കഴിഞ്ഞ ഇലക്ഷന് നാട്ടുകാരെ പറ്റിച്ച് ജയിച്ച പോലെ ഇപ്രാവശ്യവും നാട്ടുകാരെ എങ്ങനെയെങ്കിലും കണ്ണിപ്പൊടിയിട്ട് ജയിച്ച് മൂന്നാമത്തെ വട്ടവും മന്ത്രിയാവുന്നുള്ള വ്യാമോഹത്തിലാണ് നമ്മുടെ കപ്പിത്താനും ടീംസും. പക്ഷേ കഷ്ടകാലം പിടിച്ച പോലെ ഇവരുടെ കൂട്ടത്തിലൊരു ചങ്ങാതിയുണ്ട്, നമ്മുടെ ഗോവിന്ദൻ മാഷ്. പുള്ളിയാണെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും 100% ഫ്ലോപ്പായിരിക്കും. എന്തായാലും ഇലക്ഷനൊക്കെ വരെയില്ലേ, കുറച്ച് പാവങ്ങളെ പറ്റിച്ചേക്കാന്ന് കരുതി നമ്മുടെ മാഷും കൂട്ടരും കൂടി ഒരു പരിപാടി അങ്ങ് കീച്ചി. പരിപാടി എന്തായാലും പാളി, 8 നിലയിൽ പൊട്ടി. നാട്ടുകാരെടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇനി വിഷയം എന്താണെന്ന് ഞാൻ നല്ല വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തരാം. അങ്ങനെ ഇമേജ് തിരിച്ചു പിടിക്കാനായിട്ട് ഇവരൊരു അപ്പൂപ്പനെ കളത്തിലിറക്കി. അങ്ങനെ കാശും കൊണ്ട് സ്റ്റേജിൽ കയറിയ നമ്മുടെ ഈ പാവപ്പെട്ട അപ്പൂപ്പൻ അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ ഡയലോഗിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ എന്ന പോലെ അയ്യോ ഈ സർക്കാർ മാറല്ലേ, അയ്യോ ഈ സർക്കാർ മാറല്ലേ, അഥവാ ഈ സർക്കാർ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഈ പെൻഷൻ തുക തന്നെ കിട്ടാതെ പോകും, പുതിയ ഏതെങ്കിലും സർക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിത്യ പട്ടിണിയിലാവും എന്ന രീതിയിലൊരു ഡയലോഗ് അങ്ങ് കീച്ചു കൊടുത്ത്. എന്തായാലും സംഭവം ഉഷാറായി. മീഡിയാസും ഓൺലൈൻ ചാനൽസും എല്ലാവരും ഇതിനെ അങ്ങ് പൊക്കി പിടിക്കാൻ തുടങ്ങി. നമ്മുടെ അപ്പൂപ്പൻ്റെയും മാഷിൻ്റെയൊക്കെ അഭിനയം അതിഗംഭീരമായിരുന്നു. എന്തായാലും പരിപാടി നല്ല ഉഷാറാവുകയും വയസ്സായ ചില ആളുകൾക്ക് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പൈസയെല്ലാം കിട്ടുന്നത് ഈ സർക്കാർ കാരണമാണ്, പുതിയൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് 5 പൈസ പോലും കിട്ടില്ല എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ പാവപ്പെട്ട വയസ്സായ ആളുകൾക്കിടയിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മാഷിൻ്റെയും കൂട്ടരുടെയൊക്കെ അഭിനയം കാരണം പരിപാടി നല്ല കളറായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ഇപ്പോൾ ദേ നമ്മുടെ അപ്പൂപ്പൻ വന്നിട്ട് പറയുക പുള്ളിക്ക് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്, പുള്ളി അറിഞ്ഞുകൊണ്ട് പോയതല്ല, പുള്ളിക്ക് കാശ് കൊടുത്ത് നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റിയതാണെന്ന്. അപ്പൊ മാബുവും വേറുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങള് ഞങ്ങൾക്ക് ഇനി മുപ്പരേക്ക് കൊടുക്കാണ്ടില്ല, കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരും. അത് അങ്ങനെ ചെയ്തതാ. എന്തൊക്കെ അവലാതിയാണ് കേൾക്കുന്നത്. ഞാനാ പോകാന്നും പറഞ്ഞാ പോന്നതാ. ഇന്നെന്നാലും ഓടി കൂട്ടി കൂടുവത് അങ്ങോട്ട് തന്നെ. നിങ്ങൾ ഈയാട്ടല്ലേ ഈ ഭക്ഷണം കഴിച്ചു. അപ്പോ അങ്ങനെയാണ് ചെയ്തത്. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ ഒരാളോടും കക്കാൻ പോയിട്ടില്ല. വേറെ ഒന്നല്ല, എനിക്ക് തിരുമ്പെന്ന് വയ്ക്കാനില്ല, തരുമ്പെന്ന് വയ്ക്കാനില്ല, ഒന്നുമില്ല. എന്തായല്ലേ ഇത്രയും ദിവസം PR ടീംസൊക്കെ ഇതിന് ഇത്രയും മാത്രം ഹൈലൈറ്റ് ചെയ്ത് ന്യൂസ് ചാനൽസിലും ബാക്കി പാർട്ടി മീഡിയാസിലൂടെയെല്ലാം നാട്ടുകാർക്കിടയിൽ ഇത്രയും പ്രശസ്തിയിലോട്ട് കൊണ്ടെത്തിച്ചൊരു സംഭവം ഒറ്റയടിക്ക് 8 നിലയിൽ പൊട്ടി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗോവിന്ദൻ മാഷ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് 100% ഒരു തോൽവിയായിരിക്കും. പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെയാണ്, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതൊരു വമ്പൻ തോൽവിയായിരിക്കും. എന്തായാലും ഈ പെൻഷൻ കാശ് ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നൊരു സംഭവമല്ല, നമ്മളെല്ലാവരും ടാക്സ് അടച്ച് അത് സർക്കാർ നമുക്ക് തിരിച്ചു തരുന്നതാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും ഒരു സർക്കാരും സ്വന്തം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നോ കൊണ്ടുവരുന്നൊരു സംഭവമല്ല, ഇതെല്ലാം ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. സാമാന്യം നിലയും വിലയൊക്കെയുള്ള നല്ലൊരു പാർട്ടിയാണ് നിങ്ങളുടേത്. ഇതുപോലത്തെ വള്ളിക്കെട്ട് മാഷുമാരുണ്ടെങ്കിൽ ഉള്ള വില കൂടെ നശിച്ച് നാരായണക്കല്ലെടുക്കും. എന്തായാലും ഇതുപോലത്തെ വള്ളിക്കെട്ട് ടീംസിനെ മാറ്റി നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ ജയിക്കാൻ പറ്റുന്നതാണ്.